നടൻ ശ്രീനിവാസൻ അന്തരിച്ചു. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. കൊച്ചിയിൽ വെച്ചായിരുന്നു അന്ത്യം. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ 200-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തൃപ്പൂണിത്തറയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നർമ്മത്തിന് പുതിയ ഭാവം നൽകിയ ശ്രീനി സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ സഹായത്തോടെ വെള്ളിത്തിരയിൽ എത്തിച്ചവരിൽ മുന്നിലാണ്. കൊച്ചിയിൽ ദുരൂഹ സാഹചര്യത്തിൽ റിട്ടയർഡ് അധ്യാപിക മരിച്ച നിലയിൽ. എറണാകുളം പോണേക്കര പ്രതീക്ഷ നഗർ റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരി വനജയാണ് മരിച്ചത്. വീട്ടിനുള്ളിലെ കിടക്കയിലാണ് രക്തം വാർന്ന മരിച്ച നിലയിൽ വനജയെ കണ്ടെത്തിയത്. വനജയുടെ മൃതദേഹം നിറയെ മുറിവുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. സ്ഥലത്തെത്തിയ പോലീസ് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ കൊലപാതകമാണെന്നാണ് സംശയിക്കുന്നത്. കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കാനാകൂവെന്ന് പോലീസ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക മൊഴിയുടെ വിവരങ്ങൾ പുറത്ത്. കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പലപ്പോഴായി 1.5 കോടി രൂപ നൽകിയെന്ന് അറസ്റ്റിലായ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. 1.5 കോടി നൽകിയതിനു ശേഷമാണ് സ്വർണം വാങ്ങിയത്. പണം നൽകിയതിന്റെ തെളിവുകളും ഗോവർദ്ധൻ SITക്ക് നൽകി. ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ് അന്വേഷണ സംഘം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്നലെ അറസ്റ്റിലായ ഇരുവരെയും റിമാൻഡ് ചെയ്തിരുന്നു. അതേസമയം ഗോവർദ്ധൻ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് ഗോവർദ്ധന്റെ വാദം. ഗോവർദ്ധന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഗോവർദ്ധന്റെ കൈവശമെത്തിച്ച കൽപേഷിനെ SIT വീണ്ടും ചോദ്യം ചെയ്യും. തണുത്തുവിറച്ച് മൂന്നാറിൽ നിന്ന് രേഖപ്പെടുത്തിയ താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. നല്ലതണ്ണി, നടയാർ, തെന്മല, കന്നിമല എന്നിവിടങ്ങളിലാണ് അതിശൈത്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉൾപ്രദേശങ്ങളിൽ -ഡിഗ്രി രേഖപ്പെടുത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദേവികുളത്ത് വാഹനങ്ങൾക്ക് മുകളിൽ ഐസ് തുള്ളികൾ കാണപ്പെട്ടിരുന്നു. ഇന്ന് പുലർച്ചെ മൂന്നാർ ടൗണിൽ രേഖപ്പെടുത്തിയത് 1.7 ഡിഗ്രി സെൽഷ്യസ് താപനിലയായിരുന്നു. ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് മൂന്നാറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദിവസങ്ങളായി മൂന്നാറിൽ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഡിസംബർ 23-നും മൂന്നാറിൽ -2 ഡിഗ്രിയിലേക്ക് താഴ്ന്നു പോയിരുന്നു. KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിൽ രാത്രി യാത്ര ചെയ്ത 2 പെൺകുട്ടികളെ ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ലെന്ന് പരാതി. പൊങ്ങം നൈപുണ്യ കോളേജിലെ വിദ്യാർത്ഥികളായ ഇടുക്കി സ്വദേശി ഐശ്വര്യ S നായർ, പത്തനംതിട്ട സ്വദേശി ആൽഫ P ജോർജ് എന്നിവർക്കാണ് ഇന്നലെ രാത്രി 9:30 ദുരനുഭവം ഉണ്ടായത്. കൊരട്ടിക്കടുത്ത് പൊങ്ങത്തിറങ്ങാനായി ബസ് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ തയ്യാറാകാതെ വന്നതോടെ ബസ്സിൽ കുട്ടികൾ കരച്ചിലായി. പെൺകുട്ടികളുടെ കണ്ണീർ കണ്ടിട്ടും കണ്ടക്ടറെയും ഡ്രൈവറുടെയും മനസ്സലിഞ്ഞില്ല. സഹയാത്രികർ പ്രതിഷേധിച്ചു. പഠനാവശ്യത്തിനായി എറണാകുളത്ത് പോയി മടങ്ങുന്നതിനിടെയാണ് പെൺകുട്ടികൾക്ക് ദുരനുഭവം ഉണ്ടായത്.